ഇന്നിവിടെ ഒരു മാലപ്പടക്കത്തിനാണ് തിരികൊളുത്താൻ പോകുന്നത്. സന്തോഷങ്ങളും സങ്കടങ്ങളും പൊട്ടിച്ചിരികളും കൂട്ടക്കരച്ചിലുകളും ഒക്കെ ഒത്തുചേർന്ന് ഒരു 5 വർഷം നീണ്ട മാലപ്പടക്കത്തിന്. ഇന്ന് നിങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്തവർ നാളെ നിങ്ങളുടെ ഉറ്റവരും കൂടെപ്പിറപ്പുകളുമായി മാറും. ഓർക്കുമ്പോഴൊക്കെ എവിടെയോ നിന്ന് ഓടി വന്ന് മനസ്സിനെ കെട്ടിപ്പിടിക്കാൻ 1000 നല്ല ഓർമ്മകൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കും. സോ വെൽക്കം ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്. ഞാൻ ഹരിലക്ഷ്മി, 30th ഹണ്ടേഴ്സിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ഇന്നിവിടെ കൊടിയേറുകയാണ്. നിങ്ങളുടെ കോളേജ് ലൈഫിന്റെ കൊടിയേറ്റം എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്നത് നിങ്ങളെ കാത്തൊരു പൊടിപ്പൂരം തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. സോ ഐ പ്രോമിസ് യു യുവർ ലൈഫ് ഇസ് അബൌട്ട് ടു ചേഞ്ച് and I guarantee you that it's going to be a wonderful change because now you are in TMC. ഇവിടെ വരുന്നവരെയൊക്കെ ഒരൊറ്റ കുടുംബമാക്കാനുള്ള കഴിവ് TMCക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞറിയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുന്നത് തന്നെയാവും. കൊറോണയൊക്കെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് ആ TMCയെ ഓൺലൈൻ വഴി എങ്കിലും എത്തിക്കുക എന്നുള്ളത് സീനിയേഴ്സ് എന്ന നിലയിൽ ഞങ്ങളുടെ കടമയാണ്. സോ ഐ വെൽക്കം ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു TMCN ടു കൊടിയേറ്റം 2021. ഇന്ന് കൊടിയേറ്റത്തിന്റെ 1ാം ദിവസമാണ് and it is all about what it is to be a TMCN. So fasten your seat belts and be ready. നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ ചരിത്രം അറിയാൻ നമ്മൾ 40 വർഷം പിന്നിലോട്ട് ചലിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഹൃദയങ്ങൾ പറഞ്ഞ കഥകൾ കേൾക്കേണ്ടിയിരിക്കുന്നു. വരൂ, നമുക്ക് നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നഗരത്തിന്റെ ഒച്ചപ്പാടുകളിൽ നിന്നു മാറി ഇവിടെ മുളങ്കുന്നത്ത് കാവിൽ 250 ഏക്കറിലായി പച്ച പുതച്ചു കിടക്കുന്നതാണ് നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജും അനുബന്ധ കെട്ടിടങ്ങളും. ഇന്നലെകളിലേക്ക് കണ്ണോടിച്ചാൽ അന്നത്തെ മുഖ്യൻ ശ്രീ കരുണാകരന്റെ ചിന്തയിലുദിച്ച ആശയമായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന് ഇങ്ങനെയൊരു താജ്മഹൽ. മണ്ണൂത്തിയിൽ ആരംഭിക്കുകയും പിന്നീട് നിലവിലെ കോട്ടയായ മുളങ്കുന്നത്ത് കാവിലേക്ക് പറിച്ചു നട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന TB സാന്റോറിയത്തിന്റെ സ്ഥാനത്തായിരുന്നു നമ്മുടെ TMC ഉയർന്നത്. ഹോസ്പിറ്റൽ വകുപ്പുകൾ തൃശൂർ ടൗണിലും ബാക്കിയുള്ളവ മുളങ്കുന്നത്ത് കാവിലുമായിട്ടായിരുന്നു ആരംഭം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പൂർവികർ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന് ബസ് കയറേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പൂർവികരുടെ സ്മരണ ഊട്ടിയുറപ്പിക്കാനും ഓരോ ബാച്ചിന്റെ ശൗര്യം കാട്ടുന്നതിനും വേണ്ടിയാവണം വൈദ്യശാസ്ത്ര രംഗത്തെ പ്രശസ്ത ശാസ്ത്രജ്ഞരുടെ പേരുകളിലാണ് ഓരോ ബാച്ചും അറിയപ്പെടുന്നത്. 6 പേരുകൾ: ഹണ്ടേഴ്സ്, ലെനക്സ്, ഓസ്ലസ്, ഖൊറാനാസ്, ലിസ്റ്റേഴ്സ്. ഇപ്പോൾ 40th ലിസ്റ്റേഴ്സ് വരെ. കലാകായിക മേഖലകളിൽ എന്നും കഴിവുറ്റ പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള നമ്മുടെ കോളേജ് ഇന്റർമെഡിക്കോസ് വേദികളിൽ നിന്നും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. 2015 പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഇവിടെ ഇന്റർമെഡിക്കോസ് നടത്തി TMC പവർ കാണിക്കുകയും ചെയ്തിരുന്നു. പൈറക്സിയ അന്ന് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കാലഘട്ടങ്ങളിൽ ഇന്റർമെഡ് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ നടന്നു. കടുത്ത പോരാട്ടങ്ങൾക്കിപ്പുറം കരുത്തും കഴിവും തെളിയിച്ച് ഇന്റർമെഡിന്റെ വിജയവേദികളിൽ TMC എന്ന 3 അക്ഷരം അരക്കിട്ടുറപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ആ വിജയഗാഥയിൽ 2019 ഇൻവിക്റ്റയിലെ സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനവും നമ്മുടെ നേട്ടങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. TMC നടത്തിപ്പോരുന്ന ഇവന്റുകളിൽ പ്ലാസ്മ, വെർട്ടിഗോ, ഓഗ്മെന്റ എന്നീ പ്രോഗ്രാമുകൾ സൗത്ത് ഇന്ത്യൻ മെഡിക്കൽ കോളേജുകൾക്കിടയിൽ പ്രശസ്തമാണ്. വർഷാവർഷം ബാച്ചുകൾ തമ്മിൽ മാറ്റിരിക്കുന്ന ഫൈൻ ആർട്സും ആവേശം ഒട്ടും ചോരാതെ TMC ആഘോഷമാക്കുന്ന വേളയാണ്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും വേറിട്ടും മുന്നിട്ടും നിൽക്കുന്ന ഈ ക്യാമ്പസിൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കിടിലൻ എക്സ്പീരിയൻസിനായി തയ്യാറായിക്കോളൂ. ഈ മഹാപാരമ്പര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന 40ാം തലമുറയ്ക്ക് ഒന്നുറപ്പിക്കാം, ഈ ക്യാമ്പസിലെ ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ അധ്യായങ്ങളായിരിക്കും. പൂർവ്വ വിദ്യാർത്ഥിയുടെ കയ്യൊപ്പില്ലാതെ TMCയുടെ ചരിത്രം എങ്ങനെ പൂർണ്ണമാകും? TMCയുടെ 6th ഓസ്ലസ് ബാച്ചിലെ വിദ്യാർത്ഥിയും പ്രശസ്തനായ ഓർത്തോപെഡിക് സർജനും അതിലുപരി 30th ഹണ്ടേഴ്സ് ബാച്ചിലെ അഭിഷേക് സുദർശന്റെ അച്ഛനുമായ
ഡോക്ടർ സുദർശൻ കെ അദ്ദേഹത്തിന്റെ കോളേജ് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയട്ടെ. ഇൻകമിങ് 40th ലിസ്റ്റേഴ്സ് ബാച്ച്. ഞാൻ ഈ കോളേജിൽ വരുന്നത് 1986 അന്ന് ആകെ 5 മെഡിക്കൽ കോളേജ് മാത്രം. ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഫസ്റ്റ് ഡേ ഇൻ ഹോസ്റ്റൽ കോളേജ് എല്ലാം. എന്നാൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് നോൺ ക്ലിനിക്കൽ വേറെ വേറെ ആയിരുന്നു. ഈ ക്യാമ്പസിൽ നോൺ ക്ലിനിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിനിക്കൽ പോസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ കോളേജ് ബസ്സിൽ തൃശ്ശൂർ ടൗണിൽ പോയി ഇൻഷുറൻസ്. പിന്നീട് ഞാൻ ഈ കോളേജിൽ വരുന്നത് മകൻ്റെ അഡ്മിഷന് ഭാഗമായിട്ട് 138 ബാച്ചിൽ. അപ്പോൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കോളേജ് കംപ്ലീറ്റ്ലി ടോട്ടൽ ചേഞ്ച് ആണ്. പുതിയ ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ കോളേജിൽ കയറി മെഡിക്കൽ കോളേജിൽ കയറുന്ന സമയത്ത് പഠിക്കാൻ മാത്രം സീരിയസ് ആയി കാണുന്ന രീതിയിലുള്ള ഒരു കാണേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്കിൽസ്, ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പെർസ്യൂ ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും ഉള്ള അവസരം നിങ്ങൾക്ക് വളരെ എന്തായാലും കിട്ടും. MBBS is not like our school studies. അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കുറച്ച് കൂടുതലോ കുറവല്ല, അതൊന്നും ഒരിക്കലും വിഷമിക്കേണ്ട ഒരു കാര്യമേ അല്ല. സിൻസിയറായി ഹാർഡ് വർക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. വെൻ വി ലുക്ക് ബാക്ക്, ഈ കോളേജ് ലൈഫ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആൻഡ് കളർഫുൾ ഡേയ്സ് ഇൻ യുവർ ലൈഫ്. ഐ എം വെരി പ്രൗഡ് ടു ബി എ ഡോക്ടർ. ഒരു ആക്സിഡന്റ് കേസ് വരുന്ന അല്ലുമ്പോൾ ഷാറ്റഡായി വരുന്നൊരു രോഗിയെ നമ്മൾ ചികിത്സിച്ച് രോഗി നടന്ന് എഴുത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന രോഗിയുടെ സന്തോഷവും നമ്മുടെ ഒരു സംതൃപ്തിയും ഒന്നും വേറെ തന്നെയാണ്. അതൊരു പ്രൊഫഷനും കിട്ടുന്നതുമല്ല, കിട്ടുകയുമില്ല. യു ഷുഡ് ആൾസോ ബി വെരി പ്രൗഡ് ടു ബി എ ഡോക്ടർ. നിങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന ഈ 5.5 കൊല്ലത്തോളം ഉള്ള കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ബോണ്ടിങ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ബാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും എല്ലാവരും ഒരുമിച്ച് സപ്പോർട്ടീവായി നിൽക്കുകയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ക്യാമ്പസിന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിങ്ങളെല്ലാവരും നല്ല ഡോക്ടർമാരാണ്. ഞങ്ങളുടെ പ്രൊഫസർമാർ ഞങ്ങളെ പഠിപ്പിച്ചത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. When you treat a patient, treat him like how you would treat your own family member. All the very best and blessings. എല്ലാവരും മെഡിക്കൽ ലൈഫ് എൻജോയ് ചെയ്യടിച്ചു. ഞങ്ങൾ TMCയിൽ വന്നപ്പോൾ കണ്ടറിഞ്ഞ, എന്നാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയാതെ പോയ 2 ബാച്ചുകളാണ് 35th ഖുറാനാസ് ആൻഡ് 34th ലിസ്റ്റേഴ്സ്. അവർ TMCയിൽ സൃഷ്ടിച്ച ഓളം മാറ്റൊട്ടും കുറയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായി ഒരു ചെറിയ പരിശ്രമമാണിത്. ആദ്യമായി 40th ബേബി ലിസ്റ്റേഴ്സിന് മുമ്പ് TMCയിൽ ഇതിഹാസം തീർത്ത 34th ലിസ്റ്റേഴ്സിനായി ഒരു ട്രിബ്യൂട്ട് വീഡിയോ. ഞങ്ങളൊക്കെ അന്ന് വിചാരിച്ചിരുന്നത് ഈ ലിസ്റ്റേഴ്സിന് കപ്പൊന്നും കിട്ടില്ല എന്നായിരുന്നു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ മോനെ ഇവരെങ്ങാനും റെക്കോർഡ് കടന്ന് 1000 അടിക്കുമെന്ന് വരെ ചോദിച്ചു തുടങ്ങി. Solavanda solitepo, why didn't you tell me enough? Solavanda solitepo, I ponder. Hard work. Mesmerizing. കൈത്താങ്, Pioneering. Energetic. കുറെ നല്ല മനസ്സിലാ നല്ല മനുഷ്യന്മാരുടെ ബാച്ച്. Let me go passing by. Let me go come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go come back in time. Walk in the dark, barefoot in the night. പ്രഗത്ഭരാണ്, പ്രതിഭാസമാണ്. കണ്ടത്തിലെ കിങ്സ്. ലിസ്റ്റേഴ്സ് പണ്ടേ പൊളിയല്ലേ. വെരി ബ്രില്യൻ ടീം. ഒരു 6 പേരും ബാച്ച്.
സെക്കൻഡ് ഇയർ ഫൈൻ ആർട്സിലെ മങ്ങിയ പ്രകടനത്തിൽ തളർന്നു പോകാതെ തേർഡ് ഇയർ ഫൈൻ ആർട്സിന് TMCA തങ്ങളുടെ കരുത്ത് എന്താണെന്ന് കാണിച്ചു തന്ന ഒരു പറ്റം ശക്തരായ യുവാക്കളാണ് ഇവരുടെ മെയിൻ അവർ ഫൈൻ ആർട്സ് ഹീറോസ്. തകർക്കാനാവാത്ത 960.5 ഒരു രക്ഷയില്ലാത്ത കുഴി ബാച്ച്. സ്നേഹം മാത്രമുള്ള Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. നിങ്ങളെ ശരിക്കും മിസ് ചെയ്യും. ലിസ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സിംപ്ലി മരണ മാസ് ബാച്ച്. ഹാർഡ് വർക്ക് നെവർ ഗോസ് ഇൻ വെയിൻ എന്ന് തെളിയിച്ചൊരു ബാച്ച്. എന്തിനും ഇതിനും ഒറ്റയ്ക്ക് നിൽക്കുന്ന കുറച്ചധികം പേരുള്ള ബാച്ച്. ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ പവർ. പൊളിയാണ്, ലെവലാണ്, വേറെ മാസാണ്. അക്ഷരം തെറ്റാതെ സീനിയേഴ്സിന് കിട്ടിയ പറ്റിയൊരു ബാച്ചാണ്. പൊളി ബാച്ചാണ്. ഖൊറാനാസ് ഞങ്ങളെ കൈപിടിച്ച് TMCയിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ വഴികാട്ടികളായ പാരന്റ് ബാച്ച്. ഇനി 35th ഖൊറാനാസിനായി ഒരു ട്രിബ്യൂട്ട് വീഡിയോ. നിറങ്ങളെ പറയുമോ ഓമല നിറയുമോ നെഞ്ചിലേ കാവലേ കൈയിലേ താരമേ ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിലെ താരം കണ്ണീരണിഞ്ഞാനിയും മാറാത്തേ ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീളെ എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ ഒരേ
सुताया कहाँ चला मैं आकार लेने लगा ख्वाब मेरा साकार होते रुका ख्वाब मेरा मेरे अधूरे பல்லு சிங்க பல்லு போடா என்ன போட்டி என்ன சொல்லி அடிப்பேன் தூள் போடா இன்னும் யாரும் வந்தா சோழ கொடுப்பேன் தூள் ഞാൻ അമ്മ കൊടുത്തു വാക്കാ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് Don't start no trouble with me. Trying to keep it peaceful is a struggle for me. Don't pull up at 6 a.m. to cuddle with me. You know how I like it when you loving on me. I don't want to for them to miss me. Yes, I see the things that they wish me. I got some brothers that outlive me. They don't tell the story, shit was different to me. God's plan, God's plan. I hold back sometimes I won't. I feel good sometimes I don't. I finesse down Western Road. Might go down to G.O.D. I go hard on Southside G. ഇല്ല സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങൾക്ക് പാടാൻ അറിയോ? അറിയോ? സുഭാഷ് 1 2 3 4
Mash up the place. Hey, watch out for this. 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 Mash up the place, but you are not to this. Yo, me now miss number one funny list. The girl them at this waistline can't resist. Hey. I think it goes something like Gabi Ghetto. Trying to see me, disbelief they ain't breathing, even 6 feet deep. What you say? Gonna set me up. Ain't had to touch the back. Cause what you do, they know it, you don't look at that. Let me get the back time. Oh, I know you smell it in the air. Cause I've been in the grave for too long, I swear. People crying, I miss it. Oh, bitch, where it been written? My face, they can't tell your boy back to you. നമ്മളുടെ കോളേജിൽ ഫൈനൽ ഇയേഴ്സ് മുതൽ താഴോട്ടുള്ള ബാച്ചുകളാണ് 36th ഓസ്ലേഴ്സ്, 37th ലെനക്സ്, ഞങ്ങൾ 38th ഹണ്ടേഴ്സ് ആൻഡ് 39th ഫ്ലെമിങ്സ്. നമുക്ക് കോളേജിൽ വന്നതിന് ശേഷം കൂടുതൽ അടുത്തറിയാനും പരിചയപ്പെടാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് TMCയുടെ ഈ സ്പിരിറ്റ് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. Memories are treasures that we keep locked deep inside our heart and that we cherish forever in our life. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് നമ്മുടെ സീനിയേഴ്സ് TMCയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഓർമ്മകളുടെ ചെപ്പ് തുറക്കാനായി നമ്മുടെ സീനിയേഴ്സ് നമുക്കായി കാത്തിരിക്കുന്നു. സോ ലെറ്റ്സ് ഹിയർ ഓൾ ദീസ് വണ്ടർഫുൾ സ്റ്റോറീസ്. ഹായ്, 40th ബേബി ലിസ്റ്റേഴ്സ്. ഞാൻ രാഹുൽ ദാസ്, 34th ലിസ്റ്ററാണ്. ഈ ബേബി ലിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കൊരു ഇതുണ്ടാവും. നമ്മുടെ 3rd ബാച്ച് മുതൽ തുടങ്ങിയിട്ടുള്ളൊരു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ 3rd ബാച്ച് മുതൽ തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ബാച്ചുകൾക്ക് പേര് കൊടുക്കുന്നത്. 3rd ഫ്ലെമിങ്സ് മുതൽ തുടങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 6 വർഷം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഞങ്ങൾ 34th ലിസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ 40th ലിസ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞ് 46th ലിസ്റ്റേഴ്സ് വരും. അങ്ങനെ, അതായത് നിങ്ങൾ എന്ന് മറ്റൊരു കോളേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 40th ബാച്ചും 34th ബാച്ചും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ആ ഒരു പേര് കൊണ്ടാണ് അങ്ങനത്തെ ഒരു കണക്ഷൻ വരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നായാലും ആ ഒരു നിങ്ങളുടെ പേരിലുള്ളൊരു 150-175 പേര് ഇവിടെ ക്യാമ്പസിലുണ്ടാവും. TMC എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് ഹോമാണ്. ഞങ്ങളെല്ലാവരെയും ഞങ്ങളാക്കി മാറ്റിയത് ആ ക്യാമ്പസാണ്. നിങ്ങൾ ക്യാമ്പസിലെത്തുമ്പോൾ നമുക്കറിയാം, MBBS എന്നുള്ളൊരു വലിയ സ്വപ്നമായിട്ടാണ് നിങ്ങൾ ക്യാമ്പസിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഒരുപാട് ആർട്സ് ഇവൻറ്റ്സ് ഉണ്ടാവും, സ്പോർട്സ് ഇവൻറ്റ്സ് ഉണ്ടാവും. ഫൈൻ ആർട്സിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മുൻപോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫൈൻ ആർട്സ് എന്ന് പറയുമ്പോൾ ഫൈൻ ആർട്സ് നമ്മുടെ ഇൻ്റർ ബാച്ച് കോമ്പറ്റീഷനാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇൻ്റർമെഡ് എന്ന് പറയുന്നത്. ഇൻ്റർമെഡ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ഇവൻ്റാണ് ഇൻ്റർമെഡ് എന്ന് പറയുന്നത്, ഇൻ്റർമെഡിക്കോസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അവസാനമായിട്ടൊരു കപ്പ് നേടിയത് 2010-ലായിരുന്നു. അതിനുശേഷം ഒരു 4-5 ഇൻ്റർമെഡുകൾ നടന്നു. അതിൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് നമുക്ക് വന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരേ സമയം 2 ഇൻ്റർമെഡുകൾ നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് കാലത്തിൽ നമ്മൾ കുറച്ച് ബേക്കിലേക്കായിരുന്നു അതിലെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ തവണ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ആലപ്പുഴ ഇൻവിക്റ്റ ഇൻ്റർമെഡിക്കോസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെയൊക്കെ ക്യാമ്പസ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം. ഒന്ന് എൻ്റെ 3rd ഇയർ ഫൈൻ ആർട്സും, മറ്റൊന്ന് ഇൻവിക്റ്റ ഇൻ്റർമെഡിക്കോസും ആയിരിക്കും. ഇനിയുള്ള കോവിഡ് കഴിഞ്ഞിട്ട് വരുന്നൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ ആർട്സ് സ്പോർട്സ്
ഇൻ്റർമെഡിക്കോസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് എന്ത് തന്നെയായാലും നമ്മുടെ ഒരു പ്രശസ്തനായിട്ടുള്ള ഓങ്കോളജിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല, ഡോക്ടർ VP ഗംഗാധരൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും, പഠിക്കാൻ മാത്രം വരുന്ന ആൾക്കാരുണ്ടാവും, എന്നാൽ ക്യാമ്പസിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജീവിതത്തിൽ വിജയിക്കുന്നവർ എപ്പോഴും ക്യാമ്പസിൽ ജീവിക്കുന്നവരായിരിക്കുമെന്ന്. നമുക്ക് വേണ്ടതും അത്തരത്തിലുള്ള ആൾക്കാരെയാണ്. നല്ല രീതിയിൽ പഠിത്തത്തിലായാലും കലാകായിക രംഗത്തായാലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 5-6 വർഷങ്ങൾക്ക് ശേഷം നല്ല ഒരു ഡോക്ടർമാരായിട്ട് പുറത്തിറങ്ങുക, അതിനേക്കാൾ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് പുറത്തിറങ്ങുക. BA പ്രൗഡ് ലിസ്റ്റർ, അതിനേക്കാൾ ഉപരി BA പ്രൗഡ് TMC. താങ്ക് യു. ഹായ് ഗൈസ്, ഞാൻ 34th ലിസ്റ്റേഴ്സ് അമൃത. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, ബിക്കോസ് 3-4 കൊല്ലത്തെ കഠിന പ്രയത്നവും പഠിത്തവും ഈ ജീവിതം റീറിപ്പീറ്റ് അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നിങ്ങൾ MBBS എടുത്ത് TMCയിൽ വന്നിരിക്കുകയാണ്. സോ ഫ്രം ഹിയർ ഓൺ ദ ന്യൂ ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ് ഇസ് ബിഗൺ. ഇവിടെ നിങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യില്ല, ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യില്ല. യു ആർ ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് ഹിയർ. രാവിലെ എണീറ്റ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കാൻ പാടും അങ്ങനെയൊന്നും ആരും പറയില്ല. യു ക്യാൻ ഡിസൈഡ് വാട്ട് യു വാണ്ട് ഫ്രം യുവർ റൂം. പിന്നെ പറയാനുള്ളത്, ചിലപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാലെത്തുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളും കൊണ്ടായിരിക്കും വരിക. ചിലപ്പോൾ ഒരു ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു വാസ്റ്റ് ക്യാമ്പസാണ്, ഭയങ്കര വലിയ ക്യാമ്പസാണ്. വേറെ നമ്മൾ കുറേ കാടും മേടും പിന്നെ കുറേ പശു പട്ടി പൂച്ച ആൻഡ് നമ്മൾ, ഇങ്ങനെയാണ് നമ്മൾ TMCയിൽ ആദ്യം വരുമ്പോൾ നമുക്ക് തോന്നുക. ബട്ട് ലിവിങ് ഇൻ ഹിയർ gives you a different vibe. നമ്മൾ ചിലപ്പോൾ TMC തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല, അത്രയ്ക്കുണ്ട് ഇവിടെ നമുക്ക് മെമ്മറീസ് ഉണ്ടാക്കാനും അത്രയധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഈ ക്യാമ്പസ് തന്നെ ഒരുപാട് തരുന്നുണ്ട്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം പറഞ്ഞാൽ ഫൈൻ ആർട്സ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അതിൻ്റെ പുറമെ അക്കാഡമിക്സ് എന്നുള്ള രീതിയിൽ എക്സൽ ചെയ്യുന്നൊരു ക്യാമ്പസാണ്. അത് ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ ആണെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത്രയും അധികം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. എല്ലാ കൊല്ലം നമ്മൾ സ്റ്റാഫ് സ്റ്റുഡൻസിനായിട്ട് നടത്താറുണ്ട്. വേറെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മളിവിടെ ഡാൻസ് കളിക്കും, പാട്ട് കളിക്കും, പാട്ട് പാടും, ടിക്ടോക്ക്, സ്പൂഫ്, ഇങ്ങനത്തെ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. എല്ലാം നമ്മളുടെ കൂടെ തന്നെ നമ്മുടെ വൈബിനൊത്ത് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. നമുക്ക് അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇവരിപ്പം 175 പേരില്ലേ നമ്മളൊന്നും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പാസ് ഓൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ സാറൊക്കെ വിളിക്കും നമ്മളെ പേരെടുത്ത്, അമൃത എന്തൊക്കെ ഉണ്ട് എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ വിൽ റിയലൈസ് യെസ് ദേ നോ അസ്, ദേ നോ ആർ നെയിംസ്. നമ്മൾ ഇൻഡിവിജ്വലി എല്ലാവർക്കും അറിയാം എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ വന്നത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് തൊട്ട് കേട്ടു തുടങ്ങുന്ന പേരായിരിക്കും ലിസ്റ്റേഴ്സ്, ഹോസ്റ്റലേഴ്സ്, ഇങ്ങനെ ഓരോ ബാച്ച് നെയിംസ് കേൾക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും തോന്നില്ല, ഇതിപ്പോൾ എന്താ ലിസ്റ്റർ എന്ത് പേര് അപ്പത് അങ്ങനെയായിരിക്കും തോന്നുക. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ഓരോ ക്ലിനിക്സിലും കയറുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇവിടെ TMC പഠിച്ചതെന്ന് പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുക നിങ്ങൾ ഏത് ബാച്ചാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയും എന്താ, നമ്മുടെ ബാച്ചിൻ്റെ നമ്പർ പറയും 34th ബാച്ച്. അപ്പോൾ അല്ല നിങ്ങൾ മറ്റേ ലിസ്റ്ററാണോ ഖറാനാണോ ഏതാ? അപ്പോൾ ലിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ സാർ ലിസ്റ്റ് ആണെങ്കിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനും ലിസ്റ്റാണ്. ആൻഡ് ദെൻ സാറിൻ്റെ എക്സ്പീരിയൻസസ് പറയാൻ തുടങ്ങും. അതൊരു വേറെ തന്നെ ഒരു കണക്ഷൻ ആയിരിക്കും, സീനിയർ ജൂനിയർ കണക്ഷൻ. പിന്നെ ആ ക്ലാസ് ഫുൾ അങ്ങനെ ആയിരിക്കും പോവുക. പിന്നെ സീനിയർ ജൂനിയർ റിലേഷൻസ് ഒക്കെ നമ്മൾ മെയിൻലി അത് ഫൈൻ ആർട്സ് വഴി, പിന്നെ ഇവിടെ ചായ അടിക്കാൻ പോകുമ്പോൾ ട്രിപ്പ് അടിക്കാൻ പോകുമ്പോഴൊക്കെ ആയിരിക്കും നമുക്കത്. ക്ലിനിക്സിൽ പോകുമ്പോൾ ഹൗസ് സർജൻസി കയറുമ്പോൾ ഒക്കെ ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണിത്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അൺലൈക്ക് അതർ കോഴ്സസ് 5.5 കൊല്ലം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്, വിച്ച് ഇസ് പ്രിറ്റി ലോങ് ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ 175 പേര് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾ ഇൻ കോൺടാക്റ്റ് ആയിരിക്കും. കാരണം ഫാമിലി ലൈഫ് ഒരേപോലെ ആയിരിക്കും, പേഴ്സണൽ ലൈഫ് ഒരേപോലെ ആയിരിക്കും, പ്രൊഫഷണലി ഓൾസോ വിൽ ബി സിമിലർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എടാ ഞാൻ ഇന്ന പേഷ്യനെ റെഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നീ ഒന്ന് നോക്കിയേക്കണേന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും. സോ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കോഴ്സും കൂടിയാണിത്. പിന്നെ കുറേ ട്രിപ്പ് അടിക്കാൻ പറ്റും, നമ്മൾ ഫാമിലി ട്രിപ്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ്
ഒക്കെ ഒരുപാട് നമ്മൾ ട്രിപ്പ് അടിക്കാറുണ്ട്. ട്രിപ്പ് അടിക്കാൻ ടൈമും കിട്ടും. യൂണിറ്റ് ട്രിപ്സ്, ഒരു സെറ്റ് യൂണിറ്റ് ട്രിപ്പ് ഉണ്ടാവും, ബാച്ച് ട്രിപ്പ് ഉണ്ടാവും, ഹോൾ ബാച്ച് ട്രിപ്പ് ഉണ്ടാവും. അങ്ങനെ കുറേ നമുക്ക് ട്രിപ്പ് അടിക്കാൻ പറ്റും. പിന്നെ എല്ലാവരുടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ ലൈഫ് മിസ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങളുടെ വീട് അടുത്തായിരിക്കും, ഡേ സ്കോളറായിട്ട് വരാൻ പറ്റുന്ന ഒരാളായിരിക്കും. ബട്ട് സ്റ്റിൽ ഹോസ്റ്റൽ ലൈഫ് വേറൊരു വൈബാണ്. നമ്മളുടെ കൂടെ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഹോസ്റ്റൽസിൽ റൂംസ് ഷെയർ ചെയ്യാണ്. അത് നമ്മൾ വിൽ ബിക്കം ദാറ്റ് ക്ലോസ്. നമ്മൾ അത്രയും ക്ലോസ് ആവും. നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന മെമ്മറീസ് വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് എനിവെയർ എൽസ്. അത്രയ്ക്ക് വൈബായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഹോസ്റ്റൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ടു കൺക്ലൂഡ്, TMC അടിപൊളിയാണ്. സോ നിങ്ങളിനി ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ആസ് എ 40th lister, you have to make TMC proud of yourself and പൊളിക്കണം. ഹായ്, 34th ലിസ്റ്റേഴ്സിലെ ദേവി. ഫൈൻ ആർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂർക്ക് പൂരം എങ്ങനെയാണോ അതുപോലെയാണ് TMCക്ക് ഫൈൻ ആർട്സ്. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു മെഡിക്കൽ കോളേജിലെ ആർട്സ് ഒക്കെ ആകുമ്പോൾ അത് സാധാ പേരിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ആർട്സ് കോളേജിൽ എത്ര എക്സ്റ്റെൻസീവ് ആയിട്ടാണോ ഫൈൻ ആർട്സ് നടത്തുക, അത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കോളേജിലും ഫൈൻ ആർട്സ് നടത്തുന്നത്. 3 ബാച്ചസ് ആയിരിക്കും കോമ്പീറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും, നിങ്ങൾ ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള ബാച്ച് സെക്കൻഡ് ഇയേഴ്സും അതൊരു സീനിയർ ആയിട്ടുള്ള ബാച്ച് തേർഡ് ഇയേഴ്സ് ആയിട്ടും യൂണിയൻ ബാച്ച് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതിൽ ഫുൾ ഡേ ഇവൻറ്റ്സ് ഉണ്ടാവും, ഹാഫ് ഡേ ഇവൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പല ഇവൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആകെ മൊത്തത്തിൽ TMCയിൽ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉത്സവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എവ്രിവൺസ് ലൈഫ് ഇൻ TMC റിവോൾവ്സ് അറൗണ്ട് ഫൈൻ ആർട്സ് ആൻഡ് എവറി TMCian ഇവോൾവ്സ് ത്രൂ ഫൈൻ ആർട്സ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഫൈൻ ആർട്സ് ഉണ്ടല്ലോ, അത് ഒരു വേറൊരു അനുഭവമാണ്. നിങ്ങൾക്ക് ഏത് ഇവൻറ്റിന് വേണമെങ്കിലും ഒരു ഇൻഹിബിഷനും ഇല്ലാണ്ട് പങ്കെടുക്കാം. നിങ്ങളോട് ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുഴിച്ച് എത്ര കുഴിക്കുന്നോ അത്രയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുക ചെയ്യുക. നിങ്ങൾക്ക് പോയിന്റ്സിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫസ്റ്റ് ഇയർ യു ലിവ് ദ ഫൈൻ ആർട്സ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ അത് വേറൊരു ഗ്യാമ്പിൾ മാത്രമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും സെക്കൻഡ് ഇയർ ഫൈൻ ആർട്സ് ഉണ്ടാവുക. സെക്കൻഡ് ഇയർ ഫൈൻ ആർട്സ് നമ്മൾ എന്താണോ അവിടെ സ്റ്റേജിൽ ചെയ്യാന്നുള്ളത് അതൊക്കെ ഫൈൻ ആർട്സ് സെക്രട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മുട്ടി സെക്കൻഡ് ഇയർ ഫൈൻ ആർട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ഇയർ ഫൈൻ ആർട്സിലേക്ക് എത്തും. അത് ഒരു വേറെ ലെവൽ കളിയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളെ അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഇടിച്ച് പിരിഞ്ഞ് നീരെടുത്താണ് നമ്മൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. പക്ഷേ എല്ലാം കഴിഞ്ഞ് ആ കപ്പ് കിട്ടുമ്പോഴൊരു സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ്. അതെനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ, അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂണിയൻ ബാച്ച് ആവുന്നതും ഫൈൻ ആർട്സ് കണ്ടക്ട് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ നിന്ന പൊസിഷനിലൊക്കെ നമുക്ക് നമ്മുടെ ജൂനിയേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളന്ന് അത് ചെയ്തിരുന്നു ഇത് ചെയ്തിരുന്നു എന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ കാണണം. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു MBBS കാലഘട്ടത്തിൻ്റെ 80% കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത്രയും കാലം കൊണ്ട് ആ ഉണ്ടാക്കുന്ന ആ ഒരു മെമ്മറീസും ആ ഒരു റിലേഷൻഷിപ്സ്, നമ്മൾ സീനിയേഴ്സ് ആയിട്ടാണെങ്കിലും ജൂനിയേഴ്സ് ആയിട്ടാണെങ്കിലും ബാച്ച്മേറ്റ്സിൻ്റെ ഇടയിലാണ് ആ റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് ലൈഫ് ലോങ് ട്രഷർ ചെയ്യാനുള്ളതായിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരാളുടെയോ രണ്ടാളുടെയോ കാര്യമല്ല, ഒരു ബാച്ചിൻ്റെ കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പം ഇതിൽ ഓൺ സ്റ്റേജ് ഇവൻറ്റ്സ് മാത്രമല്ല, ഓഫ് സ്റ്റേജ് ഉണ്ട്, പ്രോഫ് ടീം ഉണ്ട്, പാട്ട്, ഡ്രാമ, അങ്ങനെ പല തരത്തിലുള്ള ഇവൻറ്റ്സ് ഉണ്ട്. അപ്പം എവ്രിവൺ ഹാസ് എ പാർട്ട് ടു പ്ലേ ഇൻ ഇറ്റ്. പിന്നെ ഞങ്ങളിവിടെ 34th ബേബി ലിസ്റ്റേഴ്സ് ആയിട്ട് ഇവിടെ കയറി വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ ഞങ്ങൾ വർഷങ്ങൾ കഴിയുന്നവർ ഞങ്ങളത് കണ്ട് മനസ്സിലാക്കി. TMC is an emotion and finance is the legacy of TMC. I have experienced it, my friends have experienced it, and you have to experience it. നിങ്ങളിവിടെ വരുന്നത് 40th ബേബി ലിസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും, പക്ഷെ പോകുന്നത് 40th ലീഡർ ലിസ്റ്റേഴ്സ് ആയിട്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിങ്ങളാണ് ലിസ്റ്റേഴ്സ് എന്നുള്ള പേര് കൊണ്ടു നടക്കേണ്ടത്. അപ്പോൾ കീപ് അപ്പ് ദി ലെഗസി ആൻഡ് മേക്ക് ഇറ്റ് പ്രൗഡ്. ഓൾ ദി ബെസ്റ്റ്. ഇതിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ട് കാണുമല്ലോ. ഇനി ഇവിടെ ലേറ്റസ്റ്റ് ആയി നടന്ന ദിശ കോളേജ് യൂണിയൻ നടത്തിയ മാഗ്നസ് എന്ന ഫൈൻ ആർട്സിനെ കൂടുതൽ അറിയാൻ അതിൻ്റെ ഒരു ആഫ്റ്റർ മൂവി നമുക്ക് കാണാം. Kill the demons of my mind ever since you came around. We a river running wild. How could I have been so blind? I
just live a fast life, forget about the past. I numb out to escape my fears. Friendships only pass by, show up on like strobe lights. With you I feel something real. And I'd walk a million miles just to see you smile till the day I die. Oh, I need you by my side. We get high on life till the day we die. High on life till the day we die. High on life till the day we die. Through my fingers, out of sight. How could I have let you go? Cutting corners, turning stones, but I can only see your ghost. I just live a fast life, forget about the past. I numb out to escape my fears. Friendships only pass by, show up on like strobe lights. With you I feel something real. And I'd walk a million miles just to see you smile till the day I die. Oh, I need you by my side. We get high on life till the day we die. High on life till the day we die. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെർട്ടിഗോ ആണ്. വെർട്ടിഗോ ഭയങ്കര രസമാണ്. ഈ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറുമ്പോൾ, ഈ ഇൻഡോർ സ്റ്റേഡിയം അകത്തേക്ക് കയറുമ്പോൾ ഓരോ ബോൾ ബാസ്കറ്റ് ചെയ്യുമ്പോഴും TMC ആ ഒരു എക്കോ, ആ ഒരു രസം ഭയങ്കരമാണ്. ഈ വർഷം തന്നെ അത് നടന്നില്ല. 2021 അത് നടക്കാൻ പറ്റണേ എന്നൊക്കെ ഭയങ്കരമാണ്. 2018 19 നടന്നു. ഭയങ്കര രസമായിരുന്നു വെർട്ടിഗോ. ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും എല്ലാത്തിലും നമ്മുടെ ടീം ഇറങ്ങുന്നു, അവർ ചീറപ്പ് ചെയ്യുന്നു. ഭയങ്കര രസമാണ്. There's a moment in your bones when the fire takes over. Blood is running, heart is pumping as the battle gets closer. They can say what they want now, 'cause we'll be screaming out, we can be heroes everywhere we go. We can have all that we ever
Every spotlight, every soundbite, everybody who gave up is just a fuel for wanting him more than anybody against us. They can say what they want now, 'cause we'll be screaming now. We can be heroes everywhere we go. We can have all that we ever want. Swinging like Ali, knocking out bodies, standing on top like a champion. Keep your silver, give me that gold. You remember when I say we can be heroes everywhere we go. Keeping us down is impossible, 'cause we're unstoppable. We're unstoppable. We're unstoppable. They can say what they want now. Everywhere we go, we can have all that we ever want. Swinging like Ali, knocking out bodies, standing on top like a champion. Keep your silver, give me that gold. You remember when I say we can be heroes everywhere we go. Keeping us down is impossible. We're unstoppable. 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 എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ ചെമ്പോടി. ഞാൻ 35th കൊറാനസിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് ഫൈൻ ആർട്സ്, ഇൻ്റർമീഡിയറ്റ് കോഴ്സ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്സ്, ബാച്ചുകളുടെ ഇടയിലുള്ള കോമഡികളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കോമഡികൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഞാൻ അവസാനം തീരുമാനിച്ചു നിങ്ങൾക്ക് പ്രോബ്ലി ഇഷ്ടം ഈ ഇനീഷ്യൽ ഡേയ്സിലുള്ള കാര്യങ്ങൾ കേൾക്കാനായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സാരമില്ല, അതിപ്പോൾ കേൾക്കുക. അപ്പോൾ എനിക്കിവിടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എൻ്റെ ഡ്രീം കോളേജ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജായിരുന്നു. അല്ലാണ്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, എയിംസ്, ഡൽഹി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തൃശ്ശൂർക്കാരനാണ്, എനിക്ക് ഇവിടെ കിട്ടിയാൽ മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ. നമ്മൾ കോളേജിൽ വരുമ്പോൾ നമുക്ക് ഷോ കാണിക്കണമെന്നൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്തോട്ട് പറയില്ലെങ്കിൽ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ചെസ്സ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്പോർട്സ് ആയിരിക്കും. എനിക്ക് ചെസ് ആയിരുന്നു ഇഷ്ടം. പിന്നെ ലൈനൊക്കെ അടിക്കണം, അത് സ്വാഭാവികം. ലൈൻ അടിക്കാനൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളിവിടെ PC തോമസിലും പാലയിലൊക്കെ കിടന്ന് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റുമ്പോൾ ഒന്ന് ലൈൻ അടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ വളരെ ഒരു നിഷ്കളങ്കമായ മനസ്സോടെയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഡേ സ്കോളറായിരുന്നു. ഞാൻ അവിടെ തൃശ്ശൂർ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് കോളേജ് ബസ്സിനാണ് കോളേജിൽ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം PC എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ജിയോ ബെന്നി എന്നാണ് പേര്. പിൽക്കാലത്ത് അവൻ നമ്മുടെ സ്പോർട്സ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അപ്പോൾ ജിയോ ബെന്നി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എടാ നമ്മുടെ കോളേജിൽ പൾസ് അറിയണമെങ്കിൽ, മച്ചാനാവണമെങ്കിൽ ഹോസ്റ്റലിൽ വരണം. ഇവിടെ മെൻസ് ഹോസ്റ്റലിൽ ഇപ്പോൾ ഓണം വരാൻ പോവാണ്. അപ്പോൾ ഓണത്തിന് തലേന്നൊക്കെ സീനിയേഴ്സ് മൊത്തം ഉണ്ടാവും. ഇവിടെ ഫുൾ പ്രിപ്പറേഷനും ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പരിചയപ്പെടാം, മച്ചാനാവാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ തിളങ്ങായിരുന്നു. ഞാൻ ഇങ്ങനെ അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ മെൻസ് ഹോസ്റ്റലിൽ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ വലുതായൊരു ഫീലിംഗ്. കാരണം മെൻസ് ഹോസ്റ്റൽ, അതുവരെ നമ്മൾ സ്കൂൾ ബോയ്സ് ആയിരുന്നല്ലേ. അപ്പോൾ ഞാനൊരു മെൻ ആണെന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടെ കയറുമ്പോൾ. ഞാൻ വന്ന് എൻ്റെ ബാഗുകളൊക്കെ വെച്ച് അങ്ങനെ റൂമൊക്കെ വൃത്തിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു സീനിയർ വന്നു, ഇതെല്ലാവരും വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ചെന്നു. പുള്ളി പറഞ്ഞു കുറച്ച് മുള വെട്ടാനുണ്ട്, അപ്പോൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മുള വെട്ടാനോ ചേട്ടാ, ഞാൻ ഇവിടെ MBBS. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി. നടക്കുന്ന വഴിയൊന്നും ഞാൻ ആലോചിക്കായിരുന്നു മുള വെട്ടാനോ ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഒരു മുളയൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ. ഒരുപാട് ചുറ്റും കാടാണ്.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും. അപ്പം ഇങ്ങനെ എല്ലാവരും മുള വെട്ടാനൊക്കെ തുടങ്ങി. അപ്പം എനിക്കാണെങ്കിൽ അത് ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നില്ല, ഒരു മടിയും. പിന്നെ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ചേട്ടാ എനിക്ക് വയ്യ, ഭയങ്കര എന്തൊക്കെയോ മെഡിക്കൽ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി നീ മാറി എന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ മുള വെട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ ഒരു 4-5 സീനിയേഴ്സ് ഉണ്ട് അന്നേരത്ത്. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും അറ്റൻഷൻ നേരെ എൻ്റെ മേത്തേക്ക് തിരിഞ്ഞു. എല്ലാവരും പെട്ടെന്ന് എൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പേര് അശ്വിൻ എന്ന് പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നൊരു ചേട്ടൻ്റെ പേര് അശ്വിൻ ശശി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിനെ എല്ലാവരും ശശി എന്ന് വിളിക്കാറ്. അപ്പോൾ അതേ പേരുള്ള എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇവന് ഈ പേര് പറ്റില്ല, ഇവന് എന്തായാലും ഒരു ഇരട്ട പേരിടണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് അന്ന് ഡ്രാഗൺ പൈലി എന്ന് പേരിട്ടു. ആ പേര് എനിക്ക് തേച്ചിട്ടും മായ്ച്ചിട്ടും കളയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. കാരണം അത് അത്രയധികം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സീനിയേഴ്സൊക്കെ എന്നെ പിന്നീട് അങ്ങോട്ട് എന്നെ പൈലി എന്ന് വിളിച്ചിരുന്നു. ഇപ്പോഴും എന്നെ അങ്ങനെയാണ് പലരും വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നീ ഡ്രാഗൺ അല്ലേ, നീ ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു കമ്പോസ്റ്റ് വിറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ പറഞ്ഞു, നീ പുറത്തോട്ട് പറന്നു വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടാ പറക്കാൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. ഇത് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും, നീ അവിടെ മുളകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം, അപ്പം അത് തീ തുപ്പിയിട്ട് കത്തിക്കാൻ പറഞ്ഞു. ഞാൻ ഡ്രാഗൺ അല്ലേ. അപ്പം ഞാനിങ്ങനെ ഈശ്വര തീ തുപ്പിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാനവിടെ പോയിട്ട് ഹൂ എന്നൊക്കെ കുറേ ആക്കി, പക്ഷേ തീ വരുന്നുണ്ടായിരുന്നില്ല. അവരെന്ത് തീ വരാത്തതെന്നൊക്കെ ചോദിച്ച് ഫുൾ ഫയറിങ്. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടാ വരുന്നില്ല എന്നറിയില്ല. അപ്പോൾ അവർ എൻ്റെ ബാച്ചിൽ തന്നെ വേറൊരുത്തൻ അവിടെ നിന്ന് മുള വെട്ടിക്കൊണ്ടിരിക്കുക, അവനെ വിളിച്ചു. എന്നിട്ട് അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉറക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈശ്വര ഭഗവാനെ ഇവനെ തീ തുപ്പാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഉറക്കെ. അങ്ങനെ ഞാൻ അത് എന്താ പറയുക, ഞാൻ ശരിക്കും ട്രൈ ചെയ്യാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇറ്റ് വാസ് ലൈക്ക് ഐ വിഷ് ഐ കുഡ് ഡു ദിസ്. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൂന്ന് ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ തീ വന്നില്ല. എന്നിട്ട് അവർ പിന്നെ അന്ന് മൊത്തം ഞാൻ ആ സീനിയേഴ്സിൻ്റെ കൂടെ ആയിരുന്നു. അവർ പിന്നെ എന്നെ കൊണ്ട് അവർ ഇവിടുത്തെ കോളേജിലെ കഥയും ഫൈൻ ആർട്സിൻ്റെ കഥയും ബാച്ച് എല്ലാ ഇപ്പം നിങ്ങൾ കോളേജിൽ വന്നറിയാം എല്ലാ ബാച്ചുകാർക്കും അവരുടെ ഒരു ബാച്ച് ചരിത്രം പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് തിരിച്ച് നമ്മൾ ട്രയാങ്കിളിലെത്തി. ട്രയാങ്കിൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ ഹാർട്ട് ഓഫ് TMC അതാണ്. അപ്പോൾ ട്രയാങ്കിളിലെത്തിയപ്പോൾ അവിടെ ഡിസൈനിങ് പരിപാടി, അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഈ ഓണത്തിൻ്റെ ഡെക്കറേഷൻ പരിപാടി നടക്കാം. അവിടെ കുറേ തെർമോക്കോൾ എടുക്കുന്നുണ്ടായിരുന്നു, തെർമോക്കോൾ ബോൾസ്. അതിങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉള്ള ഉരച്ച് തെർമോക്കോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ താഴെ എടുക്കുന്നുണ്ടായിരുന്നു തെർമോക്കോൾ ബോൾസ് ചെറുത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനെടുത്തിട്ട് എന്നെ ആദ്യം പൊക്കിയ സീനിയേഴ്സ് തന്നെ അവരെന്നെ അവിടുത്തെ ഓരോ ടെറർ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ മുഖത്ത് ഊതാൻ പറഞ്ഞു. മുഖത്ത് ഊതിയാൽ മാത്രം പോരാ, ഞാനൊരു ഡയലോഗും പറയണം. അതായത് ഞാനത് ഊതിയിട്ട് പറയണം, ജി ബൂംബ ഞാനാണ് ഡ്രാഗൺ പൈലി, നിങ്ങളുടെ വണ്ടിയിൽ എണ്ണയില്ല, ഈ ഡയലോഗ് ഞാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചേട്ടാ അത് സീനാവില്ലേ, സീനില്ല ഞങ്ങളിവിടെ ഇല്ലേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു കളി വിട്ടു. അങ്ങനെ ഞാനിത് പോയിട്ട് കുറേ സീനിയേഴ്സിൻ്റെ മുഖത്ത് പോയിട്ട് ഊതി, നിങ്ങളുടെ വണ്ടിയിൽ എണ്ണയില്ല, ഞാനാണ് ഡ്രാഗൺ പൈലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേരെടുത്ത് പോയി പറഞ്ഞു. അതൊരു ലൈഫിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വേരിയഡ് റെസ്പോൺസസ് ആയിരുന്നു. അധികം ഫിസിക്കലായിട്ട് റെസ്പോൺസസ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച, പക്ഷെ എന്നാൽ പിൽക്കാലത്തും കയറ്റി ഓർത്ത് എക്സൈറ്റ്മെൻറ്റോട് കൂടി ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണ്. പിന്നീട് അങ്ങോട്ട് ഫൈൻ ആർട്സ് വന്നു, മറ്റേ ഏതോ പടത്തിലില്ലേ ഓലം വന്നു, കാളൻ വന്നു, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ വന്നു. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് നടന്നു, എല്ലാം നടന്നു. ശരിക്കും പറഞ്ഞു ഡാൻസ് കളിച്ചു, അതുപോലെ ലൈനായി. പിന്നെ അത് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പക്ഷെ എന്നാൽ കൂടി എന്താ പറയുക, ഞാൻ ശരിക്കും കണ്ട ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലേ കോളേജിൽ നിന്ന് ഒരു എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലേ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഐ എം ഓൾവേസ് ഗ്ലാഡ് ദാറ്റ് I could study in this college, I could study at TMC. അതിന് ഐ എം വെരി ഗ്ലാഡ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓൾ ഐ ഹാവ് ഇസ് സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. അല്ലാണ്ട് പിന്നെ ഡിഗ്രി ഉണ്ടാവും പ്രോബ്ലി, പക്ഷേ ശരിക്കും ഐ എം വെരി ഗ്ലാഡ് ടു ബി ഹിയർ. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ലക്കി ആയിട്ടുള്ളൊരു ബഞ്ച് ഓഫ് പീപ്പിളാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് നമ്മുടെ മൊത്തത്തിൽ ടഫ് ടൈമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട്
എക്സൈറ്റിംഗ് ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും. ഇത് ഞാൻ വെറുതെ ഒരു സേക്ക് ഓഫ് ദ വീഡിയോ പറയുന്നതല്ല, സത്യമാണ്. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് വാട്ട് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ ഫൈൻ ആർട്സിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാൻ പറ്റില്ല. ഡിസെക്ഷൻ്റെ ഓർമ്മകൾ വെച്ചാൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഡിസെക്ഷൻ ഹാളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു ദിവസത്തിന്റെ 3 മണിക്കൂർ നമ്മൾ ഡിസെക്ഷൻ ഹാളിലാണ്. അപ്പോൾ ഒരു വർഷം മുഴുവൻ എങ്ങനെയാണ്. അപ്പോൾ അതായത് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും പിണക്കങ്ങളും ഒത്തുതീർപ്പുകളും ഒക്കെ ഉണ്ടായത് ഡിസെക്ഷൻ ഹാളിൽ വെച്ചിട്ടാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഡിസെക്ഷൻ ഹാളിൽ കയറുന്ന ആദ്യത്തെ ദിവസം ഞാനും ജിഷ്ണുമാണ് ഒരുമിച്ച്. അപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ എന്തായിരിക്കും, കുറെ ഡെഡ് ബോഡീനെ കാണാൻ പോവാണ്, അപ്പൊ എങ്ങാനും കണ്ട് തലയിറങ്ങി വീഴുമെന്നൊക്കെ പേടിച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോ എന്തായെന്ന് വെച്ചാല് ഈ ഓത്ത് ടേക്കിംഗ് സെറമണിയുടെ സമയത്ത് ദാണ്ട കിടക്കണം ജിഷ്ണു താഴത്ത്. അത് കണ്ടപ്പോ എനിക്കൊരു ആശ്വാസമൊക്കെ ആയി, അമ്മയാണല്ലോ അപ്പൊ ഇനി ഞാൻ വീട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒക്കെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങള് ആദ്യത്തെ അപ്പർ ലിംബ് ടേബിൾ ഞങ്ങള് ലിൻസി മാഡത്തിന്റെ ടേബിളായിരുന്നു. അതിലിപ്പോ മാഡം എന്നോട് അപ്പർ ലിംബ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോ സ്കാപ്പുലേറ്റ് പഠിപ്പിക്കാനാണ്. അപ്പൊ മാഡം എന്ത് ചെയ്തു, സ്കാപ്പിലെ ബോഡിയിൽ ഡിസെക്ട് ചെയ്ത് മാറ്റി. അപ്പൊ ദാണ്ടി ഇരിക്കണം എന്റെ കയ്യിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അപ്പർ ലിംബ്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മോനെ ഒരു കയ്യിലിരിക്കുന്നത്. അപ്പൊ ഐ സ്കിപ്ഡ് ബീറ്റ്. അപ്പൊ ഞാനാകെ എന്താണ് വെപ്രാളപ്പെട്ടിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കഥകളൊക്കെ നമ്മുടെ മെയിൻ സാധനങ്ങളാണ്. അതായത് ഈ മിലിറ്ററിക്കാര് യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഥ പറയുന്ന പോലെയാണ് നമുക്ക് ഇതൊക്കെ വീട്ടിൽ വന്ന് പറയാൻ പറ്റുന്ന കഥകളാണ്. അപ്പൊ ഡിസെക്ഷൻ ഹാൾ സ്റ്റോറീസ് എപ്പോഴും നമുക്ക് അങ്ങനെ തള്ളി മറിക്കാൻ പറ്റിയ കുറച്ച് കഥകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. ഒരുപാട് നല്ല ഓർമ്മകൾ ഡിസെക്ഷൻ ഹാളിൽ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ഫൈനാൻസിന്റെ ഡിസ്കഷൻ മേഡല്ലാതെ നമ്മളിങ്ങനെ ഒളിഞ്ഞ് അതൊക്കെ ഡിസ്കസ് ചെയ്യുകയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസെക്ഷൻ ഹാളിൽ വെച്ചാണ്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളാണ് ഡിസെക്ഷൻ ഹാളുകൾ. എല്ലാവർക്കും നമസ്കാരം. കോളേജിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പം കുറേ പേര് നിങ്ങളോട് പങ്കുവെച്ചാണ്. കോളേജ് ക്യാമ്പസിനെ പറ്റിയുള്ള വിശേഷങ്ങൾ, ഫൈൻ ആർട്സിൻ്റെ വിശേഷങ്ങൾ, തിയറി ക്ലാസ്സുകൾ, ഡിസെക്ഷൻ ഹാളുകൾ, അത്തരത്തിലുള്ള കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്. ക്യാമ്പസിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്യാമ്പസിന് പുറത്ത് ഈ നാടുമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളോട് എന്തൊക്കെയൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ കോളേജിൽ എത്തിയ കാലഘട്ടത്തെ പറ്റിയായിരുന്നു. തൃശ്ശൂർ എത്തിപ്പെട്ടപ്പോൾ ടൗണിൽ നിന്ന് കുറേ മാറിയിട്ടായിരുന്നു കോളേജ്. അങ്ങനെ ഒരു ഫീലാണ് ആദ്യം ഉണ്ടായത്. പക്ഷേങ്കിൽ കുറച്ച് കാലം കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കോളേജ് ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളൊരു ഫീലൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിരുന്നു. തൃശ്ശൂർ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു അനുഭവമുണ്ട്. തൃശ്ശൂരിലെ ആളുകൾ ആയാലും അല്ലെങ്കിൽ അടുത്ത് കാണാനുള്ള സ്ഥലങ്ങളായാലൊക്കെ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമുക്കറിയാം സാംസ്കാരിക നഗരിയാണ് തൃശ്ശൂർ. ആ പേരിനെ നിലനിർത്തുന്ന പോലെ തന്നെ ഭയങ്കര ആഘോഷങ്ങളും ആരവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിൻ്റെ അടുത്ത് പൂമല തൊട്ട് അതിരപ്പള്ളി വരെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കോളേജിൻ്റെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഫ്രണ്ട്സുമായിട്ട് പോകാൻ പറ്റിയ ഒത്തിരി നല്ല സ്ഥലങ്ങൾ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയുണ്ട്. കുറേയേറെ വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ സ്നേഹതീരം, ചാവക്കാട് തുടങ്ങിയ ബീച്ചുകൾ, നീലാതീരം, അത്തരത്തിൽ പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണപ്രിയരാണെങ്കിൽ ഫുഡ് അടിക്കാൻ പറ്റിയ കുറേ നല്ല ഹോട്ടലുകൾ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കുറേ ആഘോഷങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, അമ്പലത്തിലെ ഉത്സവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വളരെ നല്ലൊരു അനുഭവം നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥലമായിരിക്കും തൃശ്ശൂർ എന്ന് പറയുന്നത്. പിന്നെ ചുമ്മാ വൈകുന്നേരങ്ങളിൽ തൃശ്ശൂർ റൗണ്ട് പോയി ഇരിക്കുക എന്ന് പറയുന്നതും അവിടുത്തെ വൈബ് പിടിക്കുക എന്നുള്ളതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ്. കുണ്ടാള അക്രോബാറ്റിക്സിൽ ജയസൂരി പറയുന്ന പോലെ തൃശ്ശൂർ റൗണ്ടിൽ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വേറെ. ഹായ്, ഐ എം ഷാഹിദ് ഫ്രം ഹണ്ടേഴ്സ്. ഫൈൻ ആർട്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫസ്റ്റ് ഇയർ ഫൈൻ ആർട്സിൽ ഡേ 2 കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ കിടക്കാൻ കുറച്ച് ലേറ്റായി. പിറ്റേന്നത്തെ എന്തൊക്കെ പ്രോഗ്രാംസിൻ്റെ കുറച്ച് പ്ലാനിങ്ങും സ്ക്രിപ്റ്റ് എഴുത്തും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ രാത്രി ലേറ്റായി. പിറ്റേന്ന് ഒരു 10-11 മണിയായപ്പോൾ കോള് വരുന്നുണ്ട്. അതായത് ഏതൊരു കുഴി ഇവൻ്റെ ഏതാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അതിന് ആളില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോർഡിനേറ്റർ കാണാൻ വിളിക്കുന്നത്. ഞാനും അനീസൊക്കെ ഉണ്ട്. ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി കുളിച്ചുവേണ്ടിയൊക്കെ പോയി നോക്കിയപ്പോൾ ആ ഇവൻറ്റിന് പാർട്ടിസിപ്പൻസ് ആയിട്ട് ഒന്നായിട്ടും ആരുമില്ല ഞങ്ങളുടെ ബാച്ചിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ തന്നെ കയറാൻ തീരുമാനിച്ചു, വേറെ ആരുമില്ല. പിന്നെ എലിസബത്ത് ഒക്കെ ഉണ്ട് എൻ്റെ ബാച്ചിൽ.
അങ്ങനെ എന്താണ് ഇവൻ്റ് എന്ന് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. കാരണം അതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു ഇവൻറ്റിനെ പറ്റി കേട്ടിട്ടില്ല. അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് പറഞ്ഞപ്പോൾ പിന്നെ ഭാഗ്യത്തിന് ഫസ്റ്റ് ചെസ് നമ്പർ ഞങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കയറി കുഴി ഇവൻ്റാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. കയറി എന്തൊക്കെയോ കളിച്ച് ഇറങ്ങി വന്ന് പിന്നത്തെ 2 ബാച്ചസിൻ്റെ ഹോസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് അവരുടെ പെർഫോമൻസ് കണ്ടപ്പോഴാണ് ഇതെന്താണ് സംഗതി പരിപാടി എന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. അതാണെങ്കിൽ ഞങ്ങൾ ചെയ്തതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ 3rd പിടിച്ചെടുത്തു. വേറെ കാര്യം 3 ബാച്ചസ് ഉണ്ടായിരുന്നുള്ളൂ പരിപാടിക്ക്. അങ്ങനെ അതാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു അനുഭവം. ഹായ് ഗൈസ്, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഓഫ് യുവർ ലൈഫിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് മെമ്മറീസും ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി TMC എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലും നിങ്ങളെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾ തന്നെ കൂടുതൽ അറിയാനും ഒക്കെ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പോൾ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ TMCയിൽ എത്തിയിരിക്കുകയാണ്. The best place to mold yourself into a wonderful human being and a very talented doctor. The best place to create memories. അങ്ങനെ കോളേജ് ലൈഫ് ഒരുപാട് ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കൂ. ഓൾ ദി വെരി ബെസ്റ്റ്. അടിച്ചു പൊളിക്കൂ.